യുകെയിൽ നിന്നുള്ള 2 എംപിമാരെ കസ്റ്റഡിയിലെടുത്ത ഇസ്രയേൽ. രാജ്യത്ത് സന്ദർശനം നടത്തുന്ന സംഘത്തോടൊപ്പമുള്ള എംപിമാരെയാണ് ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തത്. പാർലമെന്ററി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി ഇസ്രയേലിൽ സന്ദർശനത്തിനെത്തിയ 2 ബ്രിട്ടീഷ് എംപിമാരെ ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തതിൽ ബ്രിട്ടനിൽ പ്രതിഷേധമുയർന്നു. ലേബർ പാർട്ടി എംപിമാരായ യുവാൻ യാങ്, അബ്ദിസം മുഹമ്മദ് എന്നിവരെയാണ് ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തത്. ഇരുവരും ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്ത ഇസ്രയേൽ വിരുദ്ധത പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോപിച്ചാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതിൽ യുവാൻ യാങ് ഏർലി വുഡ്ലി നിയോജക മണ്ഡലത്തിലെയും അബ്ദിസം മുഹമ്മദ് ഷെഫീൽഡ് സെൻട്രലിന്റെയും എംപിയുമാണ്. ഇരുവരും ശനിയാഴ്ചയാണ് യുകെയിലെ ലൂട്ടണിൽ നിന്ന് ഇസ്രയേലിലേക്ക് പുറപ്പെട്ടത്. ഇസ്രയേലി സംഘം കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇരുവരെയും യുകെയിലേക്ക് തന്നെ തിരിച്ചയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജോർജ് ലാമി പ്രതിഷേധം രേഖപ്പെടുത്തി. ഇസ്രയേലിലേക്കുള്ള പാർലമെന്ററി പ്രതിനിധി സംഘത്തിലെ 2 ബ്രിട്ടീഷ് എംപിമാരെ ഇസ്രയേൽ അധികൃതർ തടഞ്ഞുവെക്കുകയും പ്രവേശനം നിഷേധിക്കുകയും ചെയ്തത് അസ്വീകാര്യവും ആശങ്കാജനകവുമാണെന്ന് ജോർജ് ലാമി പറഞ്ഞു. ബ്രിട്ടീഷ് പാർലമെന്ററിയന്മാരോട് ഇസ്രയേൽ പെരുമാറിയ ഈ രീതി ശരിയല്ലെന്ന് ഇസ്രയേലി സർക്കാരിലെ എന്റെ സഹപ്രവർത്തകരോട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പിന്തുണ വാഗ്ദാനം ചെയ്യാൻ ഞങ്ങൾ രാത്രി തന്നെ 2 എംപിമാരെയും ബന്ധപ്പെട്ടുവെന്നും ജോർജ് ലാമി പറഞ്ഞു. അതേസമയം യുകെ സർക്കാരിന്റെ ശ്രദ്ധ വെടിനിർത്തലിലും രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുന്നതിലും ബന്ദികളെ മോചിപ്പിക്കുന്നതിലുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഹമാസ് ബന്ദികളായ 59 പേരെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. സ്ഥിരമായ വെടിനിർത്തലിലേക്കും ഗാസയിൽ നിന്നും ഇസ്രയേൽ പിന്മാറിയാലും ബന്ദിമോചനം സാധ്യമാക്കാമെന്നാണ് ഹമാസിന്റെ നിർദ്ദേശം. പലസ്തീൻ അധികാരികൾ ടൈംസ് ഓഫ് ഇസ്രയേലിനോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിലുടനീളം ഇസ്രയേൽ സൈനിക നടപടി ശക്തമാക്കുന്നതിനിടെയാണ് ഹമാസിന്റെ പ്രഖ്യാപനം. ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയാണെങ്കിൽ എല്ലാ തടവുകാരെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് മധ്യസ്ഥർ വഴി അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ നിർദ്ദേശം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചോ എന്നതിൽ ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല. ഹമാസിന്റെ നിരായുധീകരണവും പൂർണ്ണ പരാജയവുമില്ലാതെ ഒരു കരാറിനുമില്ലെന്നാണ് നെതന്യാഹു നിരന്തരം വ്യക്തമാക്കുന്നത്. ജനുവരിയിൽ US മധ്യസ്ഥതയിൽ ആരംഭിച്ച വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും പാലിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. എന്നാൽ സ്ഥിരമായൊരു വെടിനിർത്തൽ ഉടനടി സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഹമാസ് നിലപാട് മയപ്പെടുത്തിയത് എന്നും വിവരമുണ്ട്. ഹ്രസ്വകാല വെടിനിർത്തലുകൾക്ക് പകരമായി ഘട്ടം ഘട്ടമായി ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാണെന്നും പലസ്തീൻ പ്രതിനിധികൾ കൂട്ടിച്ചേർത്തു. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടുത്തിടെ അവതരിപ്പിച്ച നിർദ്ദേശത്തോട് താൽക്കാലിക വെടിനിർത്തലിന് പകരമായി 5 ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് സമ്മതിച്ചിരുന്നു. ജീവിച്ചിരിക്കുന്ന 11 ബന്ദികളെ മോചിപ്പിക്കാനും മരിച്ച 16 പേരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാനുമാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടത്. ഇതോടെ കരാർ യാഥാർത്ഥ്യമായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.